പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, പുത്രനും പുരുഷനും തമ്മിലുള്ള ബന്ധം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പിടി കിട്ടും. ആമേൻ. ഹല്ലേലൂയ. കൊളോസോസിന്റെ 1-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് യേശു. അപ്പൊ യേശുവിനെ, പിതാവിനെ കാണണമെങ്കിലോ യേശു വഴിയേ നിനക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. കാരണം ഇനി ആ 16-ാമത്തെ വചനം പറയാണ്, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതും അതിലെല്ലാം സൃഷ്ടിച്ചതും ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനുമാണ് അവന് വേണ്ടത്. ഇതാണ് നിന്നെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്നത്. അത് നീ ദൈവത്തോട് ചോദിച്ച് നീ അറിയണം. അല്ലാതെ നീ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്ലാനാന്ന് പറഞ്ഞ് പോകരുത്. അവിടെ വ്യക്തതയില്ല. അപ്പൊ അവര് സംസാരിക്കുമ്പോഴാണ് നിന്നെപ്പറ്റിയുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്തുന്നത്. അതാണ് ജെറമ്യാ 29:11 പറഞ്ഞത്. നിന്നെപ്പറ്റി ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഏത്? ദൈവത്തിന്റെ മനസ്സിലുള്ളത്. ആമേൻ. ഹല്ലേലൂയ. പൗലോസിലേക്ക് പറഞ്ഞതെന്നറിയോ? ഞങ്ങളാകട്ടെ ദൈവത്തിന്റെ മനസ്സറിയുന്നു, ക്രിസ്തുവിന്റെ മനസ്സറിയുന്ന പറയുന്നത്. ആമേൻ. അത് 1 കൊരിന്ത്യസിനകത്ത് എഴുതിയിട്ടുണ്ട്. യേശുവെ നന്ദി. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇനി നോക്കിക്കോണേ, റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം 14-ാമത്തെ വചനം എന്നാ പറയുന്നത്? അതിൽ പറയുന്നുണ്ട് ഇപ്രകാരം, ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. അപ്പൊ ആരാണ് വരാനിരുന്നത്? യേശു. അപ്പം യേശുവിന്റെ പ്രതിരൂപമാണ് ആദം. ഹല്ലേലൂയ. ഇനി തോബിത്തിന്റെ പുസ്തകം എടുക്കണം. തോബിത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പം 8-ാം അധ്യായത്തിലേക്ക് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ തോബിത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? തോബിയാസ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നോക്കിയേ, തോബിയാസിന്റെ അപ്പൻ ദൈവവചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശ്വസ്തതയും മഹിമയുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയെ നൽകി. അവരിൽ നിന്നും മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പറഞ്ഞെന്നറിയോ? കർത്താവെ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകട്ടെ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിക്കണം. ഇതാണ് പ്രാർത്ഥന. ഇവിടെ പറഞ്ഞു തരാം. അപ്പൊ തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്നാ? അവന് ബോധമുണ്ട്, അവന്റെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടി. ഏതാ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. എന്നിട്ട് ഇവിടെ പറഞ്ഞതെന്നറിയാം? അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം. ആമേൻ. ഈ സൃഷ്ടികർമ്മമാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അതായത് പിതാവിന്റെ പ്രതിച്ഛായ പുത്രൻ യേശു, യേശുവിന്റെ പ്രതിരൂപമാണ് ആദം. എന്നിട്ട് ആദത്തെ പോലെയാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവനെ പോലെ, അവന് വേണ്ടി. അപ്പം ഈ പുരുഷന്റെ ഭരണഘടനയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായ മഹിമയാന്ന് 1 കൊരിന്ത്യസ് 11-ാം അധ്യായം 7-ാം വചനം പറഞ്ഞിട്ട്. അതിന് താഴെ പറഞ്ഞ സ്ത്രീ ആകട്ടെ പുരുഷന്റെ മഹിമയാന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ മഹിമ എന്നല്ല പറഞ്ഞത് അവിടെ. സ്ത്രീ ആകട്ടെ പുരുഷന്റെ മഹിമയാണ്, അവന്റെ ഭാര്യയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റേതോ ദൈവത്തിന്റെ ആത്മാവിലാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇവനിലേക്ക് വന്നിട്ടാണ് ഇവന് ആദത്തെ സൃഷ്ടിക്കുന്നത്. അപ്പം ആദമാണ് യേശുവിന്റെ പ്രതിരൂപം. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1 കൊരിന്ത്യസ് 2-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതാണ്. അപ്പൊ പുരുഷനാണ് ക്രിസ്തുവിന്റെ മനസ്സറിയേണ്ടത്. അവനാണ് വചനം പഠിക്കേണ്ടത്. അവന്റെ ശിരസാണ് ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. ഈ സ്വർഗത്തിന്റെ സുപ്രീം അതോറിറ്റി പിതാവായ ദൈവമാണ്. അതിനോട് ചേർന്നാണ് പുത്രനായ ദൈവം. അതിനോട് ചേർന്നാണ് പരിശുദ്ധാത്മാവ്, മാലാഖമാർ ഇങ്ങനെയുള്ളൂ. ഇനി ഭൂമിയിലെ സുപ്രീം അതോറിറ്റി ആരാണ്? ഈ ഭൂമിയിലെ സുപ്രീം അതോറിറ്റി ആഡമാണ്. അപ്പൊ സ്വർഗത്തിന്റെ പ്രതിനിധിയാണ് ഈ ഭൂമി. ഈ ഭരണഘടനയാണ്. ഇവിടെ
ഈ ഭൂമിയാണ് ഉൽപ്പത്തിയിലെ ഭൂമി. ഏതാ? അതിലെ സുപ്രീം അതോറിറ്റി ആഡത്തിന് താഴെ ഈക്വൽ പവർ തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് സ്ഥാനമാനങ്ങളുണ്ട്. സ്ത്രീ അവനെ പോലെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവന്റെ സെയിം തിങ് തന്നെയാണ്. ഇപ്പം നമ്മളൊരു രാജാവും രാജ്ഞി എന്ന് പറഞ്ഞവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ഭരണഘടനയാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടോ സകലത്തിന്റെ മേൽ അധികാരം ഇവർക്കാണ്. ഇനി ഉൽപ്പത്തിയിലെ ഭൂമി അതാണ്. ഇപ്പോഴുള്ള അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ഭൂമിയാണ് ഏത്? മലിനമായ ഭൂമി, അന്ധകാരം നിറഞ്ഞ ഭൂമി. ഇനി വെളിപാട് 21 വരുമ്പോഴത്തേക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയെ പറ്റി പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ 21 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞെങ്ങനെയാന്ന് നോക്കിയേ, ഈ പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ ഭരണഘടന എങ്ങനെയാന്ന് നോക്കിയിനി. അതായത് എങ്ങനെയാണ്? 22 വചനം, നഗരത്തിൽ ഞാൻ ദേവാലയം എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ആ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യനോ ചന്ദ്രനോ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഈ പുതിയ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നറിയോ? പുതിയ ആകാശം വെളിപ്പാടില്ലേ, അവിടെ സൂര്യനോ ചന്ദ്രനൊന്നുമില്ല. ദൈവ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിച്ചു. കേട്ടോ, അവിടെ സൂര്യനും ചന്ദ്രനും ഇല്ല. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെ ആകട്ടെ രാത്രിയില്ല താനും. ആമേൻ. ഇത് വായിച്ച് മനസ്സിലാക്കണം. ആമേൻ. ഈ സുപ്രീം അതോറിറ്റിയാണ്. അപ്പം വെളിപാടിലെ ഭൂമി എന്തായിരിക്കും? അവിടുത്തെ ദൈവ തേജസ്സിലാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയിട്ടല്ലോ, നമ്മളിൽ ഒരു രൂപാന്തരീകരണം പറഞ്ഞു. അതായത് വചനം നിറച്ച് വചനം പഠിച്ച് നീ ദൈവത്തെ പോലെ ഭരിക്കണം എന്ന് പറഞ്ഞു ഈശോ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കിയിട്ട് ഇത്രേ ഉള്ളൂ. പിതാവായ ദൈവത്തിന്റെ അതേ ശക്തിയും അതേ സ്വഭാവവും ആണ് യേശുവിന്. ആ യേശുവിന്റെ പ്രതിരൂപമാണ് ആഡം. അതേ ശക്തിയും അതേ രൂപവുമാണ്, ഇല്ലേ? അതിൽ ആടത്തിനല്ലേ ആദ്യം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ പോലെ ആണ് അവന്റെ തുണ. അപ്പൊ ഇതെല്ലാം കണക്റ്റഡാണ്. ഇത് മനസ്സിലാക്കുന്നതാണ് ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക. ബാക്കിയ അപ്പം നീ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടല്ലോ, നീ നിന്റെ സ്ഥാനത്ത് നീ വിധേയപ്പെട്ട് നിൽക്കും. നിനക്ക് തോന്നിവാസം പ്രവർത്തിക്കാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം ഈ 13 അധ്യായത്തിൽ പറഞ്ഞ അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവല്ല. ഇനി യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 28 വചനം പറഞ്ഞറിയാം, എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. കേട്ടോ, അപ്പം ഈ ഒരു സ്ഥാനമാനമുണ്ട്. ഇത് മനസ്സിലാക്കണം. അത് ഭൂമിയിലും അതേ സ്ഥാനമാനങ്ങളാണ്. അതനുസരിച്ചാൽ നിനക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗരാജ്യം കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ഈ ഭരണഘടനയിൽ വിധേയപ്പെട്ട് നിന്ന് ആ കൽപ്പന അനുസരിച്ച് നിൽക്കുമ്പോൾ നിന്നെ കർത്താവ് ഉയർത്തിക്കും. അപ്പോൾ നീ എന്ത് ഭക്ഷിക്കണം, എന്ത് പാനം ചെയ്യുന്നുള്ളത് നീ അതിനെപ്പറ്റി പറയുന്നു, അതെല്ലാം ഞാൻ തന്നുകൊണ്ടിരിക്കും. നിനക്ക് തന്നുകൊണ്ടിരിക്കും. സിംഹക്കുഞ്ഞ് ഇര കെട്ടാതെ വലഞ്ഞാലും നിനക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. പ്രൈസ് ലോർഡ്.